നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ സാധാരണമായി കണ്ടുവരുന്ന എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ വരുന്ന അമിതമായ രക്തസ്രാവത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും അത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീകൾ ഈ അമിതമായി ഉണ്ടാകുന്ന രക്തസ്രാവം മാസക്കുളി നിൽക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് കരുതി തീർത്തും അവഗണിക്കുകയാണ് പതിവ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഞാൻ അങ്ങനെ 3 സ്ത്രീകളെ കാണാനിടയായി. അവരുടെയൊക്കെ രക്തത്തിൻ്റെ അളവ്, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് 5 ഗ്രാം, 6 ഗ്രാം, 4.5 ഗ്രാം എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് 3 വർഷമായിട്ട് സാധാരണയിലും കൂടുതലുള്ള രക്തസ്രാവമുണ്ട്. എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ചില്ല? ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലക്ഷണമല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിലുള്ളവരോടും പിന്നെ കൂട്ടുകാരോടും അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ, പിന്നെ പ്രായമായവരോടുമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രേ, മാസക്കുളി നിൽക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അമിതമായ രക്തസ്രാവം വരുന്നത് സാധാരണയാണ്, അതിനു വേണ്ടിയിട്ട് ഡോക്ടറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ വന്നത്? അത് ഇപ്പോൾ വന്ന കാര്യം എന്ന് വെച്ചാൽ, നടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു, ഭയങ്കരമായിട്ട് തികളയിടിക്കുന്നു, ചില സമയങ്ങളിൽ കിടന്ന് ഉറങ്ങുന്നതിനൊരു ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ച് മെഡിസിൻ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അങ്ങനെയാണ് വന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണോ അല്ലയോ? തീർച്ചയായിട്ടും 40 വയസ്സ് കഴിഞ്ഞ് എപ്പോൾ രക്തസ്രാവം കൂടുതൽ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ മാസക്കുളി നിന്ന് കഴിഞ്ഞ് വരുന്ന രക്തസ്രാവം തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ പ്രായം ഒരു 40-50 വയസ്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് സാധാരണയല്ലാത്ത ക്യാൻസർ അഥവാ അർബുദം വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഗർഭാശയത്തിനകത്തെ പാടയിൽ വരുന്ന അർബുദമാണ് ഇങ്ങനെ മാസക്കുളി അമിതമായി ഉണ്ടാക്കുന്നത്. അത് അർബുദം തന്നെ, ക്യാൻസർ തന്നെ ആവണം എന്നില്ല. ക്യാൻസറിലേക്ക് നയിക്കുന്ന വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ ഈ അമിതമായ രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അത് നേരത്തെ കാണിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ ഈ ക്യാൻസറായി കാണുകയില്ല. പക്ഷേ ക്യാൻസറിലേക്ക് നയിക്കുന്ന ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം ഈ രക്തസ്രാവം വരുന്നത്. ആ സമയത്ത് നമ്മളത് കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെറും മരുന്നുകൾ കൊണ്ട് അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ കാലവിളംബം വരുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്യാൻസർ ആയി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പം അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ചികിത്സാ രീതികൾ പാടെ മാറിക്കഴിഞ്ഞു. ചിലപ്പോൾ ഒരു സാധാരണ ജനറൽ ഗൈനക്കോളജിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയിലും അധികമായി കഴിഞ്ഞിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്യാൻസർ വിദഗ്ധരുടെ ചികിത്സ തന്നെ വേണ്ടി വരും. ക്യാൻസർ വെറും ഒരു ഗർഭപാത്രം എടുത്തു കളയുന്നതിൽ നിന്ന് മാറി ഗർഭപാത്രവും അതിന് ചുറ്റുമുള്ള കഴലകളും ഒക്കെ എടുത്തു കളയേണ്ടി വരും. ഈ കഴലകൾ എടുത്തു കളയുക എന്ന് പറയുന്നത് ലളിതമായ ഒരു ശസ്ത്രക്രിയയല്ല. അത് രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കുറച്ച് വലുത് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടോ വെറും ശസ്ത്രക്രിയ കൊണ്ട് ചികിത്സ നിൽക്കുകയില്ല. അത് കഴിയുമ്പോൾ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ഇങ്ങനെ പല വളരെയധികം ബുദ്ധിമുട്ടുകൾ, ശാരീരികമായും ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചികിത്സാ രീതിയിലേക്ക് പോകും. മാത്രവുമല്ല അതുകൊണ്ടുണ്ടാകുന്ന മനപ്രയാസം വളരെയേറെ, പിന്നെ നമ്മളുടെ പൈസ ചിലവോ അതിലും ഏറെ. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന അമിതമായ രക്തസ്രാവം എല്ലാം ക്യാൻസർ കൊണ്ടാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ക്യാൻസറിലേക്കുള്ള മുന്നോടിയായിരിക്കാം, ക്യാൻസർ കൊണ്ടും ആകാം. അതുകൊണ്ട് തീർച്ചയായിട്ടും മാസക്കുളി നിൽക്കാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ മാസക്കുളി തെറ്റി വരികയും അമിതമായ രക്തസ്രാവം വരികയും ചെയ്യുന്നത് സാധാരണയാണ് എന്ന് പറഞ്ഞ്
ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാതിരിക്കരുത്. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നാൽ വലിയ വലിയ പരിശോധനകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു ഉള്ളു പരിശോധിക്കുക, ഒരു സ്മിയർ ടെസ്റ്റ് എടുക്കുക, ഒരു സ്കാൻ ചെയ്യുക. സ്കാൻ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി നമുക്കുള്ള കാര്യമാണ്. ഒരു സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. ആ സ്കാൻ ചെയ്യുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ അകത്തെ പാടയ്ക്ക് കട്ടി കൂടുതലാണ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആ ഒ പിയിൽ വെച്ച് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് ബ്ലഡ് പരിശോധനയ്ക്ക് എടുക്കുന്നത് പോലെ തന്നെ ഒരു ചെറിയ ബയോപ്സി, നമുക്ക് അനസ്തീസിയയുടെ ഒന്നും ആവശ്യമില്ല, വേദനയുണ്ടാക്കുന്നതല്ല, ഒരു ചെറിയ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം നമുക്ക് റിസൾട്ട് കിട്ടും എന്താണ് നമ്മളുടെ പ്രശ്നം. എന്നിട്ട് നമുക്ക് ചികിത്സാ രീതി നിശ്ചയിക്കാവുന്നതാണ്. അതുകൊണ്ട് മാസക്കുളിയിൽ വരുന്ന വ്യതിയാനങ്ങളെല്ലാം അത് മാസമുറ നിൽക്കാൻ പോകുന്നതിൻ്റെയാണ്, ആർത്തവ വിരാമം വരുന്നതിൻ്റെയാണ് എന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും വൈദ്യസഹായം തേടാതെ ഇരിക്കരുത്. അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. നന്ദി, നമസ്കാരം.